ഇത്രയധികം ആർട്ടിസ്റ്റുകളും പിന്നെ ടെക്നീഷ്യൻസും ഇവരെല്ലാം ഇത്ര അസോസിയേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മിക്കവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നിന്ന് കൈയൊട്ടിച്ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. വളരെ കുറച്ച് ഡയറക്ടേഴ്സ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ജിത്തു ജോസഫ് പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇതൊരു നല്ല സിനിമയാണ് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞിട്ട്. ഞാനായിട്ടാണ് പുള്ളി ഇതുവരെ ഈ ജീവിതത്തിൽ ഞാൻ പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ല. മേജർ രവി, അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇത് ജെന്യുയിനായിട്ടുള്ള ഒരു കാര്യം പറയും. എത്ര ആക്ടേഴ്സ് ഉണ്ട്, ഒരാൾ പോലും ഇത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി ആ സമയത്ത് അങ്ങനെ പറഞ്ഞാന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കണം? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ച് വേറെ സിനിമക്ക് ഇത് സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചില്ലെന്നെങ്കിൽ പോലും നമ്മളൊരു എന്തെന്നാണ് പറയണ ഒരു വലിയ ഇതൊന്നുമില്ലാതെ നമ്മൾ കണ്ടിരിക്കേണ്ടി വരും. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയണ അസോസിയേഷനുള്ള ഇത്ര എല്ലാവർക്കും അങ്ങോട്ട് നോക്കിയാൽ പോലും ഇങ്ങോട്ട് നോക്കണതിന് വേറെ അസോസിയേഷൻ ഇങ്ങനെയുള്ള ഒരു നാടാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇത് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സിനിമ നല്ലതാണ് ചീത്താണെന്ന് അളക്കാനായിട്ട് ഒന്നുമില്ല. എനിക്കൊരു ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കണ്ട ഏറ്റവും മോശം ഒന്നായിരിക്കും. ഞാൻ തന്നെ ചില സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ടത് നല്ല സിനിമയെന്ന് പറയുമ്പോൾ പറഞ്ഞു നീ അത് നല്ല സിനിമ, ഇത് നമ്മൾ പകുതി വെച്ചിട്ട് എനിക്ക് പോയിരുന്നു, അങ്ങനെയൊക്കെ പല ഇതാണല്ലോ. അപ്പം നമ്മളൊരു സിനിമനെ അടച്ച് ആക്ഷേപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത്ര ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത ഇതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയണ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാതെ പോണ സിനിമയുണ്ട്. അപ്പോൾ അത് ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനാജനകമായിരുന്നു.